Hi friends, ഇന്ന് നമുക്കൊരു പാഷൻ ഫ്രൂട്ടും നന്നാര സിറപ്പും വെച്ചൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ വെച്ച് ഫോർക്ക് വെച്ച് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് നല്ല പുളിയുള്ളതായതുകൊണ്ടാണ് ഞാനിവിടെ പകുതി എടുത്തത്. ചെറിയ മധുരം ഉണ്ടെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല പുളിയോടുകൂടി കുടിക്കണമെങ്കിൽ ഒന്ന് ഫുള്ളായിട്ട് എടുക്കാം, പുളിയുള്ളതായാലും. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു മീഡിയത്തിലുള്ളതാണ്. എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒരു ലൈറ്റായിട്ട് തോന്നുന്നത്. എല്ലാത്തിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഒരു ലൈറ്റായിട്ട് ഒരു കൂടുതലായിട്ട് പുളിയൊന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. കുറച്ച് ലൂസായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇതിപ്പോൾ ഒന്നും ചെയ്യാമെങ്കിൽ, കാരണം ഇത് കുറച്ചായതുകൊണ്ട് ഇതിപ്പോൾ 2-3 പാഷൻ ഫ്രൂട്ട് എടുത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സീഡ് വേണ്ടെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അരിച്ചെടുത്താൽ ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി. ഇതിപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇടുക തന്നെ ചെയ്യുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ നേരത്തെ അടിച്ചു വെച്ച പാഷൻ ഫ്രൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് തന്നെ നന്നാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, 4 ടേബിൾ സ്പൂൺ. ഞാനിതിൽ വേറെ പഞ്ചസാര ഒന്നും ഇടുന്നില്ല, ഇത് തന്നെയാണ് മധുരം. പിന്നെ നിങ്ങളടുത്ത് ഈ നന്നാര സിറപ്പ് ഇല്ലെങ്കിൽ തേൻ ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ നന്നാര സിറപ്പിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ, അതുണ്ടാകുന്നെങ്കിൽ അത് തന്നെ ഒഴിക്കുക. ഇനി ഈ ജാറിലേക്ക് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. കൂടുതലൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല പുളിയുള്ള പാഷൻ ഫ്രൂട്ടാണ്, അതുകൊണ്ട് അത്രേ ആവശ്യമുള്ളൂ. ഇനി ഒരു പച്ചമുളക് 2 കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള തന്നെ ഇടണം. അത്ര എരിവില്ലെങ്കിൽ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുടിക്കാൻ പറ്റുമോ നിങ്ങൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ടാലും മതി. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കഴിഞ്ഞു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നന്നായിട്ട് അലിയട്ടെ, പച്ചമുളകിൻ്റെ ആ എരിവൊക്കെ ഇറങ്ങട്ടെ. ഇതിലേക്ക് തന്നെ നല്ല തണുപ്പുള്ള സോഡ ഒഴിച്ചു കൊടുക്കാം. ഞാനിതിലേക്ക് 1 ക്യാൻ സോഡ ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തണുത്ത സോഡ തന്നെ ആയിരിക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിത് നേരത്തെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതുകൊണ്ട് ഇനി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരത്തെ തന്നെ കുടിക്കാൻ പറ്റും. ഈ പാഷൻ ഫ്രൂട്ടും നന്നാര സിറപ്പും ബാക്കിയുള്ളതൊക്കെ നേരത്തെ തന്നെ ഇട്ട് വെച്ച് നമ്മൾ കുടിക്കാൻ നേരത്തെ സോഡ ഒഴിച്ച് വേഗം തന്നെ കുടിക്കുക. നല്ല തണുത്ത സോഡ ഒഴിച്ച് തന്നെ കുടിക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഈ പാഷൻ ഫ്രൂട്ടിൻ്റെയും നന്നാര സിറപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല റെസിപ്പിയുമായി വരാം. താങ്ക് യു.